താവയ്ക്കൽ കടവിലെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. അടിപൊളിയുമ്പോൾ അറിയാതെ പോലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആരും ഇറങ്ങാൻ പോകരുത്. ഇത്രയും വെള്ളം കൂടിയ വലിയ മരം തന്നെ കേട്ടെ വന്ന് ഒത്തിരിക്കണത്. വന്ന് രാവിലെ മീൻ പിടിക്കാൻ ഇറങ്ങിയതാ. എന്നാൽ വെള്ളം കൂടുതലായതുകൊണ്ട് പാലം എല്ലാം മുങ്ങി അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. മരം വന്ന് തങ്ങി നിൽക്കുന്നത് അതാണ് ആ പില്ലർ കേട്ടോ, റൗണ്ട് കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് കമ്പി കാണുന്നതും പില്ലറിൻ്റെതും. ഇത്രയും വെള്ളം കൂടിയ വലിയ മരം തന്നെ കേട്ടെ വന്ന് കുത്തിയിരിക്കുന്നത്. വന്ന് കുത്തി നിൽക്കുന്ന മരം വലിയ മരമാണ്. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ വെള്ളം പോകുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതല്ല മഴ കൂടുന്ന സമയത്ത് അങ്ങനെ വരാറുമില്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത്രയും കവർ ചെയ്ത് പോകുന്നത് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടങ്ങളിൽ മഴ കുറവാണെങ്കിലും അങ്ങ് മലയോര ഭാഗങ്ങളിൽ നല്ല മഴ ഉണ്ട്, അതുകൊണ്ട് ഇത്രയും വെള്ളം പോകുന്നത്. അവിടെ ഒരു ചേട്ടൻ വലവീശി മീൻ പിടിക്കുന്നുണ്ട്. അതിൽ നമുക്ക് വല്ലതും കിട്ടുമെന്നൊക്കെ, കിട്ടാൻ സാധ്യത കുറവാണ് കേട്ടോ. നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം. താവയ്ക്കൽ കടവിലെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. അടിപൊളിയുമ്പോൾ അറിയാതെ പോലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആരും ഇറങ്ങാൻ പോകരുത്. ഇന്നത്തെ മീൻ പിടുത്ത ഏകദേശം വെള്ളത്തിലായിട്ടുണ്ട്. വല്ല കിട്ടുമെന്ന് നോക്കട്ടെ. കെട്ട് റെഡിയാക്കിയിട്ടുണ്ട്. കൂടുതൽ എക്സ്ട്രാ വെയിറ്റ് കയറി, അല്ലാതെ ഇവിടെ കിടക്കുകയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നോക്കാം. ഞാൻ ചേട്ടൻ്റെ ഇടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചൂണ്ട ചേർന്ന് വെച്ചിട്ടുണ്ട്. ഇത് മീനിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ചേട്ടനൊരു മീൻ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എടുത്താ ചേട്ടാ നോക്കട്ടെ. ഊരിയാ കൊള്ളാല്ല. എന്തായാലും എടുത്തു വെച്ചാരാ. ഓ ഒന്നും കിട്ടിയില്ലെന്ന് വേണ്ട. അപ്പൊ ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട്. അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് തോന്നുന്നു. എടുത്താ ചേട്ടാ. ആരല്ലേ കൊള്ളാല്ല. അപ്പോൾ ഈ ഒഴുക്കിലും മീൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം. അപ്പോൾ അതേ അടുത്ത മീൻ ചേട്ടൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് എത്ര നേരമായിട്ട് ഒരു മീൻ പോലും കിട്ടിയില്ല. അതുപോലെ 2-3 കയ്യിൽ, 2 തവണയായിട്ട് കയ്യിൽ ഒരുത്ത് കരയിൽ കയറിയിട്ട് താഴെ പോയി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാൽ ചേട്ടൻ്റെ ദിവസം ചേട്ടൻ പിടിക്കട്ടെ. ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ചേട്ടന് 4ാമത്തെ മീൻ, 4ാമത്തെ അല്ലേ? എന്തായാലും 4ാമത്തെ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4-0 എന്ന കൗണ്ടിൽ മുന്നേറുകയാണ്. ഞാൻ വെയിറ്റ് ചെയ്ത് കുറങ്ങിയിട്ട് കുറേ നേരമായി. കിട്ടും, 4 കൂടെ ചേർത്ത് വലുതൊരെണ്ണം എനിക്ക് കിട്ടും. മഴയുണ്ട് കേട്ടോ. ചേട്ടനത് അടുത്ത മീൻ കിട്ടിയെന്ന് തോന്നണം. എടുത്താണ് നോക്കട്ട്. 5ാമത്തെ മീന്. എന്തായാലും കിട്ടട്ടെ. എന്തെങ്കിലും കൂടോത്രം ചെയ്താൽ തോന്നുന്നു. ഇപ്പോൾ അവിടെ വേറെ 2 പേരും ഒന്ന് ഉടക്ക് വലയിടുന്നുണ്ട്. മീൻ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ആ സൈഡിലൊക്കെ കയറി നിൽക്കുന്ന മീനുകളൊക്കെ അതിൽ ഉടക്കി കിട്ടും. പിന്നെ ഒരുപാട് വലിയ മീനുകൾ കിട്ടുമെന്നുള്ള അറിയത്തില്ല. എന്നാലും അവർ ഓരോന്ന് കറക്കി എടുത്ത് അതെല്ലാം കിട്ടിയുണ്ട്. 3 പരലടിച്ചതിൽ 4 പരലടിച്ചതിൽ ഒരെണ്ണം കയറി പോയാ. പോയി ഇല്ല, കിട്ടി. എവിടെ കാണിച്ചാണ്? പോയി. അതിന് മയത്തിലാക്കിയില്ല. അല്ല, കിട്ടി. ഓക്കെ, ഇനി അത് നിൽക്കാത്തിട്ടോ. എനിക്കിന്ന് എന്തോ ഒരു കട്ടകത്തിലാണെന്ന് തോന്നുന്നു. ഇതുവരെ ഒരു മീൻ പോലും അടിച്ചില്ല. നോക്കാം, കിട്ടും. അപ്പോൾ അടുത്ത മീനിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ചേട്ടൻ എന്നെ കിട്ടുന്നത്. പെട്ടെന്ന് അടുത്ത് തന്നെ പിടിച്ചോ. അങ്ങനെ കുറേ ചേട്ടൻ അടുത്ത മീനിനെ കൂടെ കിട്ടിയിട്ടുണ്ട്.
ചേട്ടൻ സ്കോർ എത്രയായി എൻ്റെ ഒന്ന് കുറച്ചാൽ മതി, അപ്പോൾ ചേട്ടൻ്റെ സ്കോർ കിട്ടും. അപ്പോൾ അവസാനം കാണാം. ഞാനെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നു. കിട്ടിയാൽ കിട്ടി. വെള്ളത്തിൻ്റെ അളവ് അല്പം കുറഞ്ഞിട്ടുണ്ട് ചേട്ടാ. അതെ, അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ സൈസുള്ള അടുത്തോട്ട് അടിച്ചോ ചേട്ടാ, അടുത്തോട്ട് അടിച്ചോ. ആ മതി മതി കൊണ്ടുപോക്കോ. അപ്പോൾ പിന്നെ അടുത്തത് കിട്ടോ നോക്കാന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ മീൻ പിടുത്തം അവസാനിപ്പിച്ചിട്ടുണ്ട്. ചേട്ടൻ തഞ്ഞിപ്പോൾ എണീക്ക്. അപ്പോൾ കിട്ടിയ മീനിനെ കാണാം. മീൻ പിടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. താഴേക്ക് 1-2 വലയിടുന്നുണ്ട്. ഇവിടെ നേരത്തെ 1-2 വലയിടാൻ നിന്ന്. അപ്പോൾ അവരൊക്കെ വേറെ അങ്ങോട്ടൊക്കെ പോയി. പിന്നെ രാല് ഇവിടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ചാടി വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല. അവിടെ ഒരു മീൻ ചാടിയപ്പോൾ കണ്ടായിരുന്ന എൻ്റെ പൊന്ന് ചാട്ടാ, വേറെ മീൻ വന്നിരിക്കണം അവിടെ. എൻ്റെ അവിടെ വേറെന്തോ മീൻ ചാടിയേ. ഇപ്പം കണ്ടില്ല കേട്ടോ, നിങ്ങൾ വീഡിയോയിൽ കിട്ടിയെന്ന് തോന്നണം. അവിടെ ചെറിയ ചെറിയ മീനുകളൊക്കെ പോയി ചാടുന്നുണ്ട്. വലിയ മീനും കുറച്ചുകൂടെ ചാടിയായിരുന്നു. വീഡിയോ ബ്ലറാണ്. ഓക്കെ, സാധാരണ നമ്മൾ നിൽക്കുന്നത് ആ ഒരു സ്പോട്ടിലാണ് നിൽക്കുന്നത്. ആ കൊക്ക് നിൽക്കുന്ന സ്പോട്ടിലാണ് നിൽക്കുന്നത്. കൊക്കിനെന്തോ മീനെ കിട്ടിയെന്ന് തോന്നുന്നു. അവിടെയാണ് നമ്മൾ നിന്ന് മീൻ പിടിക്കുന്നത്. പക്ഷേ ഇന്ന് അങ്ങോട്ട് പോകാനേ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പുറം സൈഡിലിരുന്നു. എന്തായാലും ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടും. എന്നാലും മീനെ കാണാം. ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. 3 പരൽ, 1, 2, 3, 4, 5, 6, 7 ആരല്, ഒരു കൂരി. അതിൽ ഒരു മീൻ ഞാൻ പിടിച്ചതാണ്. ബാക്കിയെല്ലാം ചേട്ടൻ പിടിച്ചത്. എന്തായാലും അടിപൊളി മീൻ പിടുത്തം. അടിപൊളി മീൻ പിടുത്തം. അപ്പോൾ അതെ, ആറ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം നേരത്തെ വന്നതിനെക്കാട്ടി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. പിന്നെ മഴക്കാലമാണ്. അറിയാത്ത ഒരു സ്ഥലങ്ങളിലും പോയി ഇറങ്ങരുത്. ഇവിടെയും ഇറങ്ങാൻ പാടില്ല. ഇവിടെയും ഈയിടയ്ക്ക് ഒരു മരണം നടന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു സ്പോട്ടിലും പോയി ഇറങ്ങരുത്. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.